അടുത്ത പാഠം പ്രശസ്ത സഞ്ചാര സാഹിത്യകാരൻ എസ്.കെ. പൊറ്റക്കാടിൻ്റെ ജീവിതാനുഭവമാണ്. എസ്.കെ. പൊറ്റക്കാടിനെ നിങ്ങൾക്കറിയാവോ? നമ്മുടെ ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ സാഹിത്യകാരന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിനാണ് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത്. മലയാളത്തിൽ ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത് ആദ്യത്തെ ആൾ ജി ശങ്കരക്കുറുപ്പ്, അടുത്തത് എസ്.കെ. പൊറ്റക്കാട്, എം.ഡി. വാസുദേവൻ നായർ, ഒ.എൻ.വി. കുറുപ്പ്, ഇവരൊക്കെ ജ്ഞാനപീഠം അവാർഡ് ജേതാക്കളാണ്. അതിൽ എസ്.കെ. പൊറ്റക്കാടെന്ന് പറയുന്ന കഥാകാരൻ എങ്ങനെ കഥാകാരനായി എന്നാണ് നമ്മൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച പാഠങ്ങളെക്കാൾ വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാഠമാണിത്. നിങ്ങളെപ്പോലെ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു എസ്.കെ. പൊറ്റക്കാട്. അന്ന് നടന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തെ ചെറുകഥാകാരനാക്കിയത്. അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഒരു വൃദ്ധയായ അമ്മ സ്റ്റെപ്പൊക്കെ കയറി അദ്ദേഹത്തിൻ്റെ അടുക്ക ചെല്ലും. ഒരു മുഷിഞ്ഞ പേപ്പറും ഒക്കെ ആയിട്ട് എന്നിട്ട് അവരുടെ ജീവിതം എസ്.കെ. പൊറ്റക്കാടിനോട് പറയും. അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, വളരെ കഷ്ടപ്പെട്ടാണ് മകനെ പഠിപ്പിച്ചത്. അവരുടെ അരയിലെ ചരടിൽ കിടന്ന ഒരു തരി പൊന്നു വിറ്റ് അവന് വേണ്ട ഇൻസ്ട്രുമെൻ്റ് ബോക്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പഠിപ്പിച്ച് അവൻ നല്ല ഉദ്യോഗസ്ഥനായ അവൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതോടുകൂടി അമ്മയെ ഇവിടെ ഒറ്റയ്ക്കാക്കി അകലെ ഒരിടത്ത് ഭാര്യയുമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഈ അമ്മയ്ക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, പട്ടിണിയുണ്ട്, ജീവിക്കാനൊരു നിവൃത്തിയുമില്ല. നിസ്സഹായയായ അമ്മ തൻ്റെ മകൻ്റെ മനസ്സിനെ ഇളക്കുന്ന രീതിയിൽ കത്തെഴുതി കൊടുക്കാൻ വിദ്യാർത്ഥിയായ പൊറ്റക്കാടിനോട് ആവശ്യപ്പെട്ടു. അവർ അനുഭവിച്ച ദുരിതങ്ങളും സ്കൂളിലേക്ക് വിടാൻ മകനു വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടതും തൻ്റെ പൊൻപണം തൂക്കി വിറ്റതുമൊക്കെ ഓർമ്മയുണ്ടോ എന്ന് മകനോട് ചോദിക്കൂ എന്ന് അമ്മ എസ്.കെ. പൊറ്റക്കാടിനോട് പറയും. അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് വേണം കത്തെഴുതേണ്ടത്. ഇപ്പോൾ ആണെങ്കിൽ അവൻ അമ്മയെ ഇഷ്ടമല്ല, ഒരു കുട്ടം പിടിച്ച പട്ടിയെപ്പോലെ അമ്മയെ ആട്ടിപ്പായിച്ചു. ഇതെല്ലാം അവൻ മനസ്സിലാക്കണം. ദൈവത്തെ മറന്ന് ജീവിക്കരുതെന്ന് അവനോട് പറയണം. എങ്കിലും തൻ്റെ മകനോട് ആ അമ്മയ്ക്ക് ഒട്ടും ദേഷ്യമില്ല. എസ്.കെ. പൊറ്റക്കാടിന് ആ അമ്മയോട് ഒരുപാട് സഹതാപം തോന്നി. അവർ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങളും അദ്ദേഹം തൻ്റെ ഭാവന കൂടി ചേർത്ത് മകൻ്റെ ഹൃദയം അലിയിക്കുന്ന രീതിയിൽ തുടരെ കത്തെഴുതാൻ തുടങ്ങി. ആ കത്തുകൾ വായിച്ചിട്ടാണോ എന്തായാലും മകൻ മനസ്സ് മാറി ഭാര്യ അറിയാതെ അമ്മയ്ക്ക് പണം അയക്കാൻ തുടങ്ങി. തൻ്റെ എഴുത്തുകൊണ്ട് മകന് മനംമാറ്റമുണ്ടായി എന്നുള്ളത് പൊറ്റക്കാടിന് വളരെ അഭിമാനം തോന്നി. ഒരിക്കൽ അമ്മയെ കാണാൻ വേണ്ടി മകൻ വന്നപ്പോൾ അമ്മയ്ക്ക് ഈ കത്തെഴുതി തന്നത് ആരാണെന്ന് മകൻ അമ്മയോട് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഒരു സ്കൂൾ കുട്ടിയാണ് അത് എഴുതി തന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആ വിവരം അമ്മ പൊറ്റക്കാടിനോട് പറഞ്ഞപ്പോൾ പൊറ്റക്കാടിൻ്റെ അഭിമാനം ഉച്ചകോടിയിലെത്തി. എന്തായാലും ആ സന്തോഷമൊക്കെ അനുഭവിച്ച് അവർ അതിൽ ആനന്ദനിർവൃതി അടയുന്നതിന് മുമ്പ് അവർ മരണമടഞ്ഞു. എന്നാലും തൻ്റെ കത്തുകൾ കൊണ്ട് അതുദ്ദേശിച്ച ഫലമുണ്ടായല്ലോ എന്ന്
എസ് കെ പൊറ്റക്കാട് സന്തോഷിച്ചു. ശരിക്കും അദ്ദേഹത്തിൻ്റെ കഥാരചനയിലെ ആദ്യത്തെ ഗുരുനാഥ ആ സ്ത്രീയായിരുന്നു. ആ മകന് വേണ്ടി എസ് കെ പൊറ്റക്കാട് എഴുതിക്കൊടുത്ത കത്തുകളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല ചെറുകഥകൾ. അവസാന കാലത്ത് അവർക്ക് തൻ്റെ മകനെ കാണണമെന്നും മകൻ്റെ സ്നേഹം ലഭിക്കണമെന്നുമുള്ള ആഗ്രഹം സാധിക്കാൻ തൻ്റെ കത്ത് കാരണമായല്ലോ എന്നുള്ള ചിന്ത പൊറ്റക്കാടിനെ ഒരുപാട് സന്തോഷിപ്പിച്ചു. എന്തായാലും അതിലൂടെ തനിക്ക് എഴുതാൻ കഴിവുണ്ടെന്ന് പൊറ്റക്കാട് തിരിച്ചറിയുകയായിരുന്നു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ആ മകനെ കോഴിക്കോട് വെച്ച് പൊറ്റക്കാട് കണ്ടു. ആ മകൻ പൊറ്റക്കാടിനോട് പറഞ്ഞു, താൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചു, അവൾ ശരിയല്ലെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് കാലമെടുത്തു, ഇപ്പോൾ കുട്ടികൾ തന്നോടൊപ്പമാണ് എന്നൊക്കെ പറയുമ്പോഴും തൻ്റെ അമ്മയ്ക്ക് കത്തെഴുതി കൊടുത്ത സ്കൂൾ കുട്ടിയാണ് മുന്നിലുള്ളതെന്ന് ആ മനുഷ്യൻ അറിഞ്ഞില്ല. പൊറ്റക്കാടിന് അയാളുടെ അഭിപ്രായം കേട്ടപ്പോൾ സഹതാപവും ചിരിയുമൊക്കെ വന്നു. സഹതാപം വന്നത് മാതാവിൻ്റെ ജീവിതകഥകൾ കേട്ടപ്പോഴാണ്. ഭാര്യയുടെ ദൂഷ്യം കണ്ടുപിടിക്കാൻ ആ മകന് 17 കൊല്ലം വേണ്ടി വന്നല്ലോ എന്നോർത്തപ്പോൾ ചിരിയും വന്നു. ഇനി നമുക്ക് ഈ പാഠഭാഗത്ത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലേക്ക് കടന്നു പോകണം. കഥാകാരനായ കഥയിൽ ഏതൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം എന്നുള്ളതിലേക്കാണ് കടന്നു പോകേണ്ടത്. വളരെ എളുപ്പമുള്ള ഒരു പാഠം. നിങ്ങൾക്ക് കഥാഭാഗം മുഴുവൻ മനസ്സിലുണ്ടാകുമെന്ന് എനിക്കറിയാം. ഓർത്തിരിക്കാൻ ഒരു പാടുമില്ല. ഒരു വൃദ്ധമാതാവിന് കത്തെഴുതുന്ന കഥാകാരൻ. ആ കത്തെഴുത്ത് കാരണം വൃദ്ധമാതാവിൻ്റെ മകൻ്റെ മനസ്സിൽ മാനസാന്തരമുണ്ടായി. അമ്മയെ തേടി വന്നു. പിൽക്കാലത്ത് ഭാര്യയെ ഉപേക്ഷിച്ചു. അമ്മയുടെ അവസാന കാലത്ത് മകൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ചാരിതാർത്ഥ്യം. അപ്പം ഇതിനകത്തുനിന്ന് വരാവുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. Poetry is the spontaneous overflow of powerful feelings. It takes its origin from emotions recollected in tranquility. പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന നൈസർഗിക വികാരങ്ങളുടെ അനർഗള പ്രവാഹമാണ് കവിത. പറഞ്ഞിരിക്കുന്നത് വില്യം വേഡ്സ്വർത്ത്. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി. കവിതയ്ക്ക് വേഡ്സ്വർത്ത് നൽകുന്ന നിർവചനം എസ് കെ പൊറ്റക്കാടിൻ്റെ എഴുത്തനുഭവവുമായി എങ്ങനെ ചേർന്ന് നിൽക്കുന്നുവെന്ന് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരം. വൃദ്ധയുടെ അവസ്ഥ കണ്ടപ്പോൾ എസ് കെ പൊറ്റക്കാടിൻ്റെ മനസ്സിലുണ്ടായ സഹതാപം. ആ സഹതാപത്തിൽ നിന്ന് വൃദ്ധ പറഞ്ഞതുപോലെ കത്തെഴുതാതെ ഭാവന കൂടെ കൂട്ടിക്കലർത്തി മകൻ്റെ കരളലിയിക്കും വിധം കത്തെഴുതാൻ സാധിച്ചു. അങ്ങനെ കത്തെഴുതിയപ്പോൾ മകൻ്റെ മനസ്സിൽ പരിവർത്തനമുണ്ടായി. ഒരു ഭാഷ കൊണ്ട് ഒരാളുടെ മനസ്സിനെ പരിവർത്തനത്തിൽ ആക്കാൻ പറ്റിയത്, തൻ്റെ അമ്മയെ തേടി അയാൾക്ക് വരാൻ തോന്നിച്ചത് ഒക്കെ എസ് കെ പൊറ്റക്കാടിൻ്റെ മനസ്സിലുണ്ടായ സഹാനുഭൂതിയാണ്, അല്ലെങ്കിൽ സഹതാപമാണ്. അങ്ങനെ മനുഷ്യ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരത്തിന് വളരെ വലിയ ഫലങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തെളിയിക്കുന്നു. കഥയായാലും കവിതയായാലും ആ രീതിയിലുണ്ടാകുന്ന വികാരങ്ങളുടെ ബൃഹസ്ഫുരണമാണെന്ന് പാഠഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ പറഞ്ഞതെല്ലാം പാകപ്പെടുത്തി സ്വന്തം വകയായി ചില സരസ്വതീവിലാസങ്ങളും ചേർത്ത് ഞാൻ ആ മടയനായ മകന് തുടരെ കത്തുകൾ എഴുതി അയച്ചു. സരസ്വതീവിലാസങ്ങളെന്ന് പരാമർശിക്കുന്നതിലൂടെ ലേഖകൻ ഉദ്ദേശിക്കുന്നതെന്ത്? വൃദ്ധ തൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ വളരെ പരുക്കൻ രീതിയിൽ എസ് കെ പൊറ്റക്കാടിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ആ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഭാവനയുടെ
മേമ്പൊടി കലർത്തി മനോഹരമായ കത്തുകളാക്കി മാറ്റി. അതാണ് സരസ്വതി വിലാസങ്ങൾ എന്നതുകൊണ്ട് എസ്.കെ. പൊറ്റക്കാട് ഉദ്ദേശിക്കുന്നത്. വായനക്കാരനോട് തീർച്ചയായും എഴുത്തുകാരന് ബന്ധമുണ്ട്. കാരണം എഴുത്തുകാരൻ്റെ ജോലി അനുഭവങ്ങളുടെയും വിചാരങ്ങളുടെയും സ്വപ്നങ്ങളുടെയും സംക്രമണമാണ്. കെ. സുരേന്ദ്രൻ. എനിക്ക് വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്. എഴുതുമ്പോൾ എൻ്റെ മുന്നിൽ പത്രക്കാരില്ല, പ്രസാധകന്മാരില്ല, വായനക്കാരില്ല. ഇതെല്ലാം ഞാൻ എഴുതുന്ന കഥയുടെ ഭൗതിക ജീവിതത്തിൻ്റെ വശങ്ങളാണ്. എഴുതി തീർന്ന ശേഷമേ ഇതെല്ലാം വരുന്നുള്ളൂ. കഥയുടെ ആത്മീയ ജീവിതം എന്നിൽ തന്നെയാണ്. എൻ്റെ ഹൃദയത്തിലാണത് മുളയ്ക്കുന്നത്. കിളിർക്കുന്നതും പടരുന്നതും പൂത്തു കയറുന്നതും എൻ്റെ ഹൃദയത്തിൽ തന്നെ. എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പരിചയപ്പെട്ടല്ലോ. എസ്.കെയുടെ അനുഭവങ്ങളും നിങ്ങളുടെ നിരീക്ഷണവും കൂട്ടിച്ചേർത്ത് വായനക്കാരനും എഴുത്തുകാരനും എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കുക. ലഘു ഉപന്യാസമാകുമ്പോൾ ഒരിക്കലും 1.5 പേജിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 1/2 പേജും അല്ലെങ്കിൽ ഒരു 3/4 പേജാകാം. ഒരു എഴുത്തുകാരനെ പ്രശസ്തനാക്കുന്നതും ജനങ്ങൾക്കിടയിൽ സുപരിചിതനാക്കുന്നതും വായനക്കാരൻ തന്നെയാണ്. വായനക്കാരൻ താൻ വായിച്ച കൃതി എത്രമാത്രം മഹത്തരമാണെന്ന് തൻ്റെ വാക്കുകളിലൂടെ എഴുത്തുകാരനോട് പറയും. തൻ്റെ വാക്കുകളിലൂടെ വായനക്കാരോട് പറയും. അത് കേൾക്കുന്ന മറ്റു വായനക്കാർ ആ കൃതി വായിക്കാൻ പ്രേരിതരാകും. അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അങ്ങനെ വിനിമയം ചെയ്ത് ആ കൃതി എല്ലാവരിലും എത്തിച്ചേരുന്നു. ഇവിടെയും എസ്.കെ. പൊറ്റക്കാടിൻ്റെ കത്തുകൾ വായിച്ചത് വൃദ്ധയുടെ മകനാണ്. വൃദ്ധയുടെ മകൻ ആ കത്തുകൾ വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. ആ ചലനങ്ങൾ തൻ്റെ മാതാവിനെ തേടി വരാനും മാതാവിൻ്റെ ദുഃഖങ്ങൾ അറിയാനും മാതാവിനോട് അവസാന കാലത്തെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാനും മകന് പ്രേരണയായി. വായനക്കാരനായ മകൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് എസ്.കെ. പൊറ്റക്കാടിൻ്റെ കത്ത് തന്നെയാണ്. എം.ഡിയുടെ നോവലുകൾ വായിക്കുകയും അതൊക്കെ തൻ്റെ അനുഭവമാണല്ലോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന എത്രയോ വായനക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമയായ എത്രയോ കൃതികൾ നമ്മളുടെ ഹൃദയത്തോട് ചേർത്ത് വച്ചിട്ടുണ്ട്. പക്ഷേ ആ കൃതി നമ്മളിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ കൃതി ജനിച്ചതും വളർന്നതും അദ്ദേഹം പറയുന്നത് പോലെ കിളിർത്ത് പടർന്ന് പൂത്ത് കയറിയതും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പൂത്ത കൃതിയാണ് പൂക്കളായി നമ്മളിലേക്ക് എത്തിയത്. അതാണ് നാം വായിച്ച് മനസ്സിലാക്കിയത്. പല സാഹിത്യകാരന്മാരും ഈ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒ.എൻ.വി. കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കൃതിയിൽ ചിറകുകളിൽ സംഗീതമുള്ള കളഹംസമേ അരിയ നിൻ തൂവലിൻ തുമ്പിൽ ഒരു മാത്രയെങ്കിൽ ഒരു മാത്ര, അതാണ് തൻ്റെ ജീവിതം എന്ന് പറയുന്നുണ്ട്. ചിറകുകളിൽ സംഗീതമുള്ള കളഹംസം ആ ഭാവനയാണ്. ആ ഭാവനയുടെ തുമ്പിൽ ഒരു മാത്ര ജീവിക്കാൻ കഴിയുകയാണ് കവിയുടെ സുഖമെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മളിലേക്ക് പറന്നു വരുന്ന കവിത കുഞ്ഞുങ്ങളെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ വായനയും ഒരു എഴുത്തുകാരനും വായനക്കാരനും തമ്മിൽ അഗാധമായ ബന്ധം എപ്പോഴുമുണ്ട്. എഴുത്തുകാരനെ എഴുത്തുകാരനാക്കി മാറ്റുന്നത് വായനക്കാർ തന്നെയാണ്. അടുത്ത ചോദ്യം, അവൻ അമ്മയോട് ആരാണ് അവർക്ക് ഈ കത്തുകളെല്ലാം എഴുതി കൊടുക്കുന്നതെന്ന് ചോദിച്ചതായും ഒരു ഇഷ്കോൾ കുട്ടിയാണെന്ന് തള്ള പറഞ്ഞതായും അറിഞ്ഞു. അപ്പോൾ എൻ്റെ അഭിമാനം ഉച്ചകോടിയിലെത്തി.
നിങ്ങൾക്കുണ്ടായ പ്രോത്സാഹനജനകമായ അനുഭവത്തെ അടിസ്ഥാനമാക്കി കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങൾ കുട്ടികൾക്ക് ചിലർക്കൊക്കെ നിങ്ങൾ കഥാമത്സരത്തിലും കവിതാ മത്സരത്തിലുമൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങളെ അധ്യാപകരും ഗുരുക്കന്മാരും ഒക്കെ അഭിനന്ദിച്ചിരിക്കും. അങ്ങനെ അഭിനന്ദിക്കാൻ പ്രേരകമായ ചില സംഭവങ്ങളുണ്ടായിരിക്കും. ചില യുവജനോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾ വളരെ മനോഹരമായിട്ട് രചനകൾ നിർവഹിക്കാറുണ്ട്. ഈ വർഷത്തെ യുവജനോത്സവത്തിന് തന്നെ ഒരു രചന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇരുളെന്ന് പറയുന്ന വിഷയം. ഇരുളെന്ന് പറയുന്ന വിഷയത്തെപ്പറ്റി സബ് ജില്ലാതല മത്സരത്തിലൊരു കുട്ടി എഴുതിയ ഒരു കവിത ഏറെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നി. ഗാസയിലെ ഒരു കുട്ടിയുടെ ജീവിതം ഇരുളിലായത്. കുട്ടി അവൻ കണ്ട വെള്ളമണലിൽ ഒരു പുഴ വരച്ചു. അവൻ ഓരോന്നോരോന്നായി വരയ്ക്കാൻ തുടങ്ങി. അവൻ അനാഥനാണ്. അവൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം മരിച്ചു. പക്ഷേ അവൻ വരച്ചു തീർക്കുന്നതിന് മുമ്പേ ഒരു പ്രളയം വന്നു. ഒരു ബോംബിൻ്റെ ശബ്ദം കേട്ടു. അവൻ്റെ വര പൂർണ്ണമാകാതെ പോകുന്നു. ഇരുട്ടവനെ മൂടി. അങ്ങനെ മരണത്തെ വളരെ ഭംഗിയായിട്ട് ആ കൊച്ചുകുട്ടി അവതരിപ്പിച്ചത് ഞാൻ കാണാനിടയായി. കവിത ഇത് തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അനുഭവങ്ങൾ ഒരു മനുഷ്യനിലെ സാഹിത്യത്തെ വളർത്തുക തന്നെ ചെയ്യും. എസ് കെ പൊറ്റക്കാടിനെ പോലെ ഈ രീതിയിൽ സാഹിത്യകാരന്മാരായ നിരവധി പേർ നമുക്കിടയിലുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ കഥാകാരനായ കഥ ആ പാഠഭാഗത്ത് നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും വളരെ അനായാസമായി നിങ്ങൾക്കത് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്ര ലളിതമല്ല നമുക്ക് വരാൻ പോകുന്ന അടുത്ത പാഠം. അശ്വമേധം, വയലാറിൻ്റെ അശ്വമേധമാണ്. എങ്കിലും വളരെ ആസ്വാദ്യമായൊരു കവിതയാണ്. ഈ യൂണിറ്റ്
ഈ യൂണിറ്റ്